ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് 50% മാർക്കും IELTS ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാമെന്ന്. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് 50% മാർക്കുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അതിൽ ബിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി എബോ, നമുക്ക് IELTS എപ്പോഴും ഒരു 7 എങ്കിലും വാങ്ങിയിരിക്കണം. അതുകൂടാതെ ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ പെർസെൻറ്റേജ് ഒരു 70% എബോവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് IELTSന്റെ സ്കോർ ഒരു 6 or 6.5 ആയാലും മതി. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ മാർക്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് IELTSന് വാങ്ങേണ്ട സ്കോർ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു BA ലിറ്ററേച്ചർ ചെയ്ത ഒരാൾ, ഒരു MBA അല്ലെങ്കിൽ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് ജർമ്മനി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. പോസിബിൾ ആണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമാണ് നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുക. പിന്നെ ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ജർമ്മനിയിൽ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് ഫീസ് ഒന്നുമില്ല. ഫീസ് ഉള്ള യൂണിവേഴ്സിറ്റികളും ഉണ്ട്, പക്ഷേ ഫീസ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ ഉള്ളത് കൊണ്ട് അത് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ നമുക്കൊരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് ഓരോ സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ചില സ്റ്റേറ്റുകളിൽ, ലോവർ സാക്സണി പോലെയുള്ള സ്റ്റേറ്റുകളിൽ ഏകദേശം 100 to 200 euros ആണ് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ട് അടയ്ക്കേണ്ടത്. അതായത് ഏകദേശം 10,000 rupees to INR to 20,000 INR. അത് ഓരോ സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്റ്റേറ്റുകളിൽ നമ്മുടെ സെമസ്റ്റർ ടിക്കറ്റ്, ലൈക്ക് ട്രാൻസ്പോർട്ടേഷനുള്ള ടിക്കറ്റ് കൂടി അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെ അത് ഓരോ സെമസ്റ്ററിലുമാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ വരുന്നത് 4 സെമസ്റ്റേഴ്സ് ആണ്, പക്ഷെ നമുക്ക് സെമസ്റ്റർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തൊരു റിക്വയർമെന്റ് ആയിട്ട് വരുന്നത് 10 lakhs INR ആണ്. 10 lakhs to 11 lakhs. ഇത് നമ്മൾ ബ്ലോക്ക്ഡ് ആയിട്ട് അക്കൗണ്ടിൽ കാണിക്കണം. ഇത് നമുക്ക് ഒരുമിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഈ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള മണി വിഡ്രോ ചെയ്യാവുന്ന എമൗണ്ട് തന്നെയാണ്, പക്ഷെ നമുക്ക് മന്ത്ലി ആണ് ഇത് വിഡ്രോ ചെയ്യുന്നത്. ഏകദേശം 900 euro സംതിങ് ആണ് ഒരു മാസം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ജർമ്മൻ ലാംഗ്വേജിന്റെ റിക്വയർമെന്റ്. ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ, ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല. ഇംഗ്ലീഷിൽ തന്നെയുള്ള മാസ്റ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. നഴ്സിംഗ് പോലെയുള്ള ഡിപ്ലോമ, ഔസ്ബിൽഡ് കോഴ്സുകൾക്കാണ് ജർമ്മൻ ലാംഗ്വേജിന്റെ റിക്വയർമെന്റ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. പക്ഷേ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനി വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും ഉപകാരപ്പെടും. നമ്മൾ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുകയാണ്, KFCയിലാന്ന് വിചാരിക്കുക. ജർമ്മൻ അറിയുന്ന ആൾക്ക് ബില്ലടിക്കുന്ന ജോലി കിട്ടും. ജർമ്മൻ അറിയാത്ത ആൾക്ക് അവിടെ ബർഗർ ഉണ്ടാക്കുന്ന ജോലിയായിരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടുള്ള ജോലികളായിരിക്കും ജർമ്മൻ അറിയില്ലെങ്കിൽ നമുക്ക് കിട്ടുക. ജോലി കിട്ടും, പക്ഷെ ബുദ്ധിമുട്ടുള്ള ജോലികളായിരിക്കും കിട്ടുക. ജർമ്മൻ അറിയാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ജോബ് കിട്ടും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് എടുത്ത് വരിക എന്നുള്ളത് ഒരു എൻട്രി മാത്രമായിട്ട് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ വർക്ക് വിസയിലോട്ട് മാറുന്നതിനെ പറ്റിയാണ്. നമുക്ക് ഈ ജർമ്മനിയിൽ ഒരു സ്റ്റുഡൻ്റായി വന്ന് വർക്ക് വിസയിലോട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കൺട്രിയാണ് ജർമ്മനി. അതുകൊണ്ട് തന്നെയാണ് ജർമ്മനി നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എൻട്രി എന്ന രീതിയിൽ ജർമ്മനിയിൽ വരിക, ജോബിന് അപ്ലൈ ചെയ്യുക, ജോബിൽ കയറുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ജസ്റ്റ് ഒരു ഗ്രാജുവേറ്റ് ആയ ഒരാൾക്ക് ഒരു ഫുൾ ടൈം ജോബ് കിട്ടുമെന്ന്. കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ആൾക്ക് കിട്ടാനായിട്ട്. അപ്പോൾ വേറൊരു ഓപ്ഷൻ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വർക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇത് ഒരു ഇന്റേൺഷിപ്പിന് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ പാർട്ട് ടൈം ഇപ്പോൾ KFC അല്ലെങ്കിൽ McDonald's അങ്ങനത്തെ സ്ഥലത്ത് ചെയ്യുന്നതിന് പകരം നമ്മുടെ അതേ ഫീൽഡിലുള്ള ജോലികൾ ചെയ്യുക. BMW ജർമ്മനിയിലുണ്ട്. BMWയിൽ വർക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളി കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വർക്ക് സ്റ്റുഡൻറ്റിൻ്റെ ജോബ് നിങ്ങൾ ലിങ്ക്ഡിനിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. വർക്ക് സ്റ്റുഡൻ്റ് എന്ന് BMW എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനി സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതിന് അപ്ലൈ ചെയ്യുക, ഒരു ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത് പോലെ. അപ്പോൾ നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് പോലെ ഈ കമ്പനീസിലായിരിക്കും നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്. അത് നമ്മുടെ അതേ ഫീൽഡിൽ. ഇപ്പം ഞാൻ ഒരു IT ആണെങ്കിൽ ഒരു IT-യുടെ വർക്ക് സ്റ്റുഡൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പറയാം ഞാനൊരു HR ആണ്. അപ്പോൾ HR ആയിരിക്കുന്ന സമയത്ത് HR വർക്ക് സ്റ്റുഡൻ്റ് എന്നുള്ളത് ജോലികൾ ഇഷ്ടംപോലെ ഉണ്ടാകും. അപ്പോൾ അതിന് ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ജോലി ചെയ്യാം. പിന്നെ നമുക്ക് ഈ 20 hours നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ 20 hours ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുക. പക്ഷെ നമുക്ക് പേ കൂടുതലുണ്ടാവും, നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുകയാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ആ കമ്പനി നമ്മൾ പെർമനന്റ് ആയിട്ട് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കമ്പനിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ജർമ്മനിയിൽ എക്സ്പീരിയൻസും കിട്ടി. അങ്ങനെ അപ്പോൾ എൻട്രി ലെവലിൽ വരുന്ന ആൾക്കാർക്ക്, അതായത് ജസ്റ്റ് ഗ്രാജുവേറ്റ് ആയ ഒരാൾക്ക്
എപ്പോഴും ഇങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര മാൻഡേറ്ററി ആണ്. ഞങ്ങൾ ചിലപ്പോൾ തമാശയൊക്കെ പറയാറുണ്ട്, ഡിഗ്രി പോലും വേണ്ട, ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ജർമ്മനിൽ നല്ല ജോലി കിട്ടുമെന്ന്. അങ്ങനെ അപ്പൊ അവരുടെ ഏറ്റവും വലിയ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഉണ്ടായിരിക്കുക എന്താണ്. ഇംഗ്ലീഷ് ജോബ്സും ഇഷ്ടംപോലെ ഉണ്ട്, ഭയങ്കര കോമ്പറ്റീഷനാണ് അതിനുള്ളത്. ഇംഗ്ലീഷ് ജോബ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര സ്കിൽഡ് ആയിരിക്കണം, ടാലന്റഡ് ആയിരിക്കണം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ജോബ്സ് കിട്ടുക. കാരണം അത്രമാത്രം കോമ്പറ്റീഷനാണ് ആ ജോബ്സിന് വരിക. ജർമ്മനിയിൽ വരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ എന്തായാലും പഠിച്ചിരിക്കണം. പക്ഷെ നമുക്കിവിടെ അഡ്മിഷൻ കിട്ടാനൊന്നും ജർമ്മൻ വേണ്ട. പക്ഷെ നമുക്ക് ഇവിടെ എന്താ പറയുക, നല്ല ജോലി കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. അത് അവിടുത്തെ മന്നേന് മുമ്പ് അല്ലെങ്കിലും ഇവിടെ വന്നിട്ടാണെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ വന്നു, അല്ലെങ്കിൽ നാട്ടിലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങൾ, അപ്പോൾ ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ആ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഇവിടെ ഒരു ജോബ് കിട്ടി. ആ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വർക്ക് വിസയിലോട്ട് മാറാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഭയങ്കര ഈസിയുള്ള പ്രോസസ്സാണ് ഒരു വർക്ക് വിസയിലോട്ട്, സ്റ്റുഡൻറ്റിൽ നിന്ന് വർക്ക് വിസയിലോട്ട് മാറാൻ. അത് എന്തെങ്കിലും ജോബിന് കിട്ടില്ല, നമ്മുടെ പ്രൊഫഷനിലുള്ള ജോബ് തന്നെ വേണം നമുക്ക് വർക്ക് വിസയിലോട്ട് മാറാൻ. പിന്നെ അടുത്തത് ഫാമിലി റീയൂണിയൻ. ജർമ്മനിയിലേക്ക് നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വരുമ്പോൾ തന്നെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. വന്നു കഴിഞ്ഞ് ഒരു 3 monthsന് ശേഷം നമ്മുടെ സ്പൗസിന് വേണ്ടിയിട്ടുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമ്മളിവിടെ വന്ന് നമ്മുടെ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്ത്, നമ്മുടെ പാസ്പോർട്ടിൽ വിസ ആയിട്ടാണ് വരുന്നത്, ഇവിടെ വന്ന് നമുക്ക് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ സ്പൗസിന് വേണ്ടിയുള്ള വിസയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ സ്പൗസും ഇതുപോലെ തന്നെ 11 lakhs ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ മണി കാണിക്കണം. അത് സ്പൗസ് മാത്രമല്ല, കിഡ്സിനെയും നമുക്ക് ഇതുപോലെ തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ മണി കാണിച്ച് കൊണ്ടുവരാൻ പറ്റും. ഈ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കുള്ള റിക്വയർമെന്റ്സ് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് IELTS വേണം, അതുപോലെ തന്നെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. അതിന് സ്കോറെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട വേറൊരു ഡോക്യുമെന്റാണ് APS. APSനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. APS എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് അത് കിട്ടാനായിട്ട്. അപ്പോൾ ജർമ്മനിക്ക് വരാൻ താല്പര്യമുള്ളവർ അതിനുവേണ്ടി നേരത്തെ അപ്ലൈ ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സമ്മർ ഇൻടേക്കും വിന്റർ ഇൻടേക്കുമാണ് ജർമ്മനിക്ക് ഉള്ളത്. ഇപ്പോൾ സമ്മർ ഇൻടേക്കിനുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക്. അതിൻ്റെ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത സെമിസ്റ്റർ വരുന്നത് വിന്റർ സെമിസ്റ്ററിലേക്കുള്ള അഡ്മിഷൻ ഏകദേശം ഫെബ്രുവരിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. ജർമ്മനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ APS എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കണം. അതുപോലെ തന്നെ IELTS നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മർ സെമിസ്റ്ററിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ തന്നെ ചെയ്യാവുന്നതാണ്. ജർമ്മനി നമ്മൾ പഠിക്കുമ്പോൾ 20 hours ആണ് നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാതെ ജർമ്മനിയിൽ മിനി ജോബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് നമുക്ക് 10 hours ആണ് ചെയ്യാൻ പറ്റുന്നത്. അതിന് മാക്സിമം 520 euros ആണ് ഈ മിനി ജോബ് ചെയ്താൽ കിട്ടുന്നത്. അതിൽ നമുക്ക് ടാക്സ് ഇല്ല. പക്ഷേ പാർട്ട് ടൈം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ടാക്സ് എടുക്കും. പക്ഷേ ഈ മിനി ജോബ് ഒരു എക്സ്ട്രാ ഏൺ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. ഇപ്പോൾ നമുക്ക് 2 years കോഴ്സിന് വരുന്നത് 18 months സ്റ്റേ ബാക്ക് ആണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു 4 സെമിസ്റ്ററുള്ള കോഴ്സ് ആണെങ്കിൽ അത് 8 സെമിസ്റ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ഈ 1.5 years സ്റ്റേ ബാക്കും ജർമ്മനിയിലുണ്ട്. ഇനി നമുക്ക് ബാച്ചിലേഴ്സിനെ പറ്റി സംസാരിക്കാം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മനിയിലെ ബാച്ചിലേഴ്സ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറയാം. ജർമ്മനിയിൽ ഏകദേശം ഒരു 13 ക്ലാസ് വരെയാണ് കുട്ടികൾ പഠിക്കുന്നത്. നാട്ടിൽ +2 വരെയാണ് ക്ലാസ്സുകളുള്ളത്, 12th ക്ലാസ് വരെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 1 year, ആ ഒരു 1 year ആ ഗ്യാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമുക്കൊരു പ്രശ്നം വരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജർമ്മനിയിൽ അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജർമ്മനിൽ പറയുമ്പോൾ സ്റ്റുഡിയൻ കൊളീഗ് എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റുഡിയൻ കൊളീഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കണം. അതിനുശേഷം അത് കഴിഞ്ഞ് 1 year ആ സ്റ്റുഡിയൻ കൊളീഗ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാച്ചിലേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് കയറാം. അഥവാ നമുക്ക് ഇനി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഇംഗ്ലീഷിലെ ബ്രിഡ്ജ് കോഴ്സ് ചെയ്യാവുന്നതാണ്. ഈ ബ്രിഡ്ജ് കോഴ്സിന് ഏകദേശം ഒരു 9 ലക്ഷത്തോളം രൂപയാവും, INR ആവും. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാച്ചിലേഴ്സ് ചെയ്യാം. അഥവാ ഇനി നാട്ടിൽ എന്തെങ്കിലും ഡിപ്ലോമയുള്ള ആളാണെന്നുണ്ടെങ്കിൽ, +2 കഴിഞ്ഞ് ഡിപ്ലോമയുള്ള ആളാണെന്നുണ്ടെങ്കിലും നമുക്ക് ബാച്ചിലേഴ്സ് ഇവിടെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആണ്, ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് 1 year 2 years പഠിച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് ആണെങ്കിലും നമുക്ക് ജർമ്മനിയിൽ വന്ന് ബാച്ചിലേഴ്സ് ചെയ്യാവുന്നതാണ്. ഈവൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഒരാൾക്കും ഒന്നുകൂടി ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബാച്ചിലേഴ്സിനെ പറ്റി മാസ്റ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കാമിൽ പോയി പെടരുത്. ഓക്കെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ബാച്ചിലേഴ്സ് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ സ്റ്റുഡിയൻ കൊളീഗോ അല്ലെങ്കിൽ നാട്ടിലെ യൂണിവേഴ്സിറ്റി പഠിച്ച ഒരു 1 year പഠിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ ഇതൊന്നും വേണ്ട. നമുക്ക് നേരിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് പ്രൈവറ്റ്. അത് കുഴപ്പമില്ലാത്തൊരു ഓപ്ഷനാണ്. പക്ഷേ
നമ്മൾ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും പ്രൈവറ്റിൽ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ ഇതുപോലെ ഏജൻസിയിൽ പോയി അന്വേഷിക്കുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് 70% അബോവ് മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 80% അബോവ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പബ്ലിക്ക് കിട്ടുള്ളൂ, അതുകൊണ്ട് പ്രൈവറ്റിൽ പോകണം എന്ന് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. പക്ഷെ അതൊരു സ്കാമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊന്നും അത്ര അറിവില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള സ്കാം പോയി പെടുന്നത്. അല്ല, എനിക്കറിയാവുന്ന നല്ല എഡ്യൂക്കേറ്റഡും നല്ല എക്സ്പീരിയൻസും ജോലിയിലുള്ളവരും ഒക്കെ ഈ സ്കാമിൽ പെട്ടിട്ടുണ്ട്. കാരണം എല്ലാവരും മോട്ടീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് കയറി വരിക എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ എവിടെ എന്തോ അഡ്മിഷൻ എടുത്താലും നന്നായി അന്വേഷിച്ച് അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് വേണ്ട കോഴ്സുകളെ പറ്റിയാണ്. അങ്ങനെയുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔസ്ബിൽഡും, FSJ, അതുപോലെ തന്നെ ഔപെയർ. ഔസ്ബിൽഡും എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് സ്റ്റൈഫൻഡോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണത്. അതൊരു ഡിപ്ലോമ കോഴ്സാണ്, ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ആണത്, നമ്മുടെ നാട്ടിലെ GNM ഒക്കെ പോലെ. അപ്പോൾ അത് എല്ലാ കോഴ്സുകൾക്കും ഉണ്ട്. നമ്മുടെ ഡിപ്ലോമ പോളിടെക്നിക് ഒക്കെ പോലെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഫുഡ് ടെക്നോളജി, ഇതിലെല്ലാത്തിലും നമുക്ക് ഈ ഹൗസ് ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഹൗസ് ബിൽഡിങ്ങിന് B1 വരെ ജർമ്മൻ ലാംഗ്വേജ് ഉള്ളവർക്കും B2 വരെ ജർമ്മൻ ലാംഗ്വേജ് ഉള്ളവർക്കും അഡ്മിഷൻസ് കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും B2 കഴിഞ്ഞ് നഴ്സിങ്ങിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹൗസ് ബിൽഡിങ്ങിന് വരിക എന്നുള്ളതാണ്. നമുക്ക് സ്റ്റൈഫൻഡോട് കൂടി ജർമ്മനിയിൽ പഠിക്കാൻ പറ്റും. നല്ലൊരു കാര്യം തന്നെയാണ് അത്. വേറെ ജോബായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരാളുടെ അത്രയും സാലറി ഒരിക്കലും ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് ഉണ്ടാവില്ല. നാട്ടിലുള്ള പോലെ തന്നെയാണ് ഇവിടെ. FSJ എന്ന് പറഞ്ഞ ഒരു വോളണ്ടറി സർവീസാണ്. അതൊരു മാക്സിമം 1 ഇയർ നമ്മളൊരു ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുകയാണ്. നമുക്ക് കിട്ടുന്ന സാലറി ഏകദേശം ഒരു 400 യൂറോസിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു 1 ഇയർ കൊണ്ട് നമുക്ക് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് പിന്നീട് നമുക്ക് ഹൗസ് ബിൽഡിങ്ങിലേക്ക് മാറാം. ഏത് ഹൗസ് ബിൽഡിങ്ങിലേക്ക് മാറേണ്ടതെന്നൊക്കെ ആ സമയത്ത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതിന് A2 B1 ഒക്കെയാണ് വേണ്ടത്. അത് ഓരോ ക്ലിനിക്കുകളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ റിക്വയർമെൻറ്റ്. ഇനി ഔപെയർ, അത് നല്ലൊരു ഓപ്ഷനാണ്. അത് നമ്മളൊരു ഫാമിലിയുടെ കൂടെ നിന്ന് അവരുടെ ഒരു കുട്ടികളെ നോക്കുന്ന ഒരു കാര്യമാണത്. അതിന് നമുക്ക് A1 ആയാലും മതി. കൂടുതൽ പെൺകുട്ടികൾക്കാണ് അതിന് ചാൻസ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഔപെയറും നല്ലൊരു കാര്യമാണ്. അതിന് A1 ആണ് റിക്വയർമെൻ്റ് ഉള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടും, ബാച്ചിലേഴ്സ് ഓൾറെഡി നാട്ടിൽ ചെയ്തു, അതിനുശേഷം ഇവർ ജർമ്മൻ പഠിച്ചിട്ട് പാസ്സാവുന്നില്ല. അങ്ങനെയുള്ളവർക്കുള്ളൊരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നേരെ IELTS എഴുതിയിട്ട് മാസ്റ്റേഴ്സിന് വരിക. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ജർമ്മൻ പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാം. അത് ഞാൻ പറയുന്നത് ഒരിക്കലും ജർമ്മൻ എന്ത് ചെയ്ത് പഠിച്ചിട്ടും എഴുതിയിട്ടും പാസ്സാവാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾ ആൾക്കാരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ജർമ്മൻ ഫ്ലുവൻ്റ് ആവും. എന്നിട്ട് ഇവിടെ വന്ന് എക്സാം എഴുതുക, എന്നിട്ട് ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാം. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കാമിൽ പോയി പെടരുത്. നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് തന്നെ ജർമ്മനിയിൽ പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീറ്റ്സ് ഒക്കെ പണ്ടത്തെ പോലെ ഇല്ല, ഭയങ്കര കുറവാണ്. എല്ലാവരും ചാടിപ്പോയി നഴ്സിങ്ങിന് പോയി അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് പോയി ചേരുന്നതും അത്ര നല്ലൊരു കാര്യമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ജർമ്മൻ പഠിക്കാൻ പറ്റുമെന്നൊക്കെ ആദ്യം നോക്കിയിട്ട് പോയി ജർമ്മൻ പഠിക്കുക. ഒരു 3-4 വർഷമൊക്കെ അതിനുവേണ്ടി കളയുക എന്ന് പറഞ്ഞത് ആ സമയം കൊണ്ട് നമുക്ക് നാട്ടിൽ നഴ്സിംഗ് പഠിക്കാം, എന്നിട്ട് എവിടേക്കെങ്കിലും മൂവ് ചെയ്യാം. അങ്ങനെയായിരിക്കും ഒരു നല്ല ബെറ്റർ ഓപ്ഷൻ. അങ്ങനെ ഇപ്പോൾ ഇനി ജർമ്മൻ പഠിക്കാൻ പോകുന്നവരുടെ ഒരു ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ B2 ആണ് റിക്വയർമെൻറ്റ് ചോദിക്കുന്നത്. പക്ഷേ പല ക്ലിനിക്കുകളും ഇപ്പോൾ C1 വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നന്നായി ആലോചിച്ചിട്ടൊക്കെ ഈ ഹൗസ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലോട്ടൊക്കെ പോവുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ ഞാൻ കുറച്ച് മുൻപ് എടുത്തു വെച്ചതാണ്. പക്ഷേ ഞാൻ ആ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് വന്ന DMs കണ്ടിട്ട് എനിക്ക് നിങ്ങളോട് ഇത് കൂടി പറയണം തോന്നി, ഈ പാർട്ട് കൂടി ഇതിനടുത്ത് ഇൻക്ലൂഡ് ചെയ്യണം തോന്നി. ഞാൻ പറഞ്ഞിരുന്നു 50% മാർക്കും IELTS ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ പഠിക്കാൻ വരാൻ പറ്റുമെന്ന്. യെസ്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് എല്ലാവർക്കും പറ്റിയ കാര്യമല്ല. നമുക്ക് പഠിക്കാൻ വരാം, പക്ഷെ നമുക്ക് ഫ്യൂച്ചർ കൂടി നോക്കണ്ടേ. ഇവിടെ വന്ന് പഠിച്ച് ജോലി കിട്ടി തിരിച്ചു പോവാതെ സർവൈവ് കൂടി ചെയ്യണം. പക്ഷേ അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ നമ്മൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ നമുക്ക് മാർക്ക് കുറവാണ്. അങ്ങനെയാണെന്നുള്ളവർക്കാണ് ഇത് ഞാൻ പറഞ്ഞത്.
അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, ഇങ്ങോട്ട് കിട്ടും. പക്ഷേ അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ലോ, നമ്മുടെ ഫ്യൂച്ചർ കൂടി നമ്മൾ നോക്കണ്ടേ. ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ കോമ്പറ്റീഷനും കൂടി നന്നായിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ നമ്മൾ തന്നെ കോൺഫിഡൻ്റ് ആയിരിക്കുക, നമ്മൾ നല്ല സ്കിൽഡ് ആണെന്നുണ്ട്, അങ്ങനെയുള്ളവർ മാത്രം ഇങ്ങോട്ട് വരാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരും. കാരണം ഇവിടെ പഠിക്കാൻ വന്നിട്ട് 5 വർഷമായിട്ടും ജോലി കിട്ടാത്ത കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. 5-6 വർഷമായിട്ടും ഇതുവരെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെയും ജോലി കിട്ടാത്തയും ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഷുവറായിരിക്കുക നമുക്ക് അതിനുള്ള സ്കില്ലുണ്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് UK അല്ലെങ്കിൽ കാനഡയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ജോബ് ചെയ്താലും നമുക്ക് വർക്ക് വിസ കിട്ടും. അല്ലെങ്കിൽ കാനഡയിലാണെങ്കിൽ നമ്മൾ എന്ത് ജോലി ചെയ്താലും PR കിട്ടും. എനിക്ക് അതിനെപ്പറ്റി ഷുവറല്ല. പക്ഷെ ജർമ്മനിയിൽ ആ ഒരു പരിപാടി ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് നടക്കില്ല. നമ്മുടെ പ്രൊഫഷനിലുള്ള ജോലിക്ക് മാത്രമാണ് നമുക്ക് വർക്ക് വിസ കിട്ടുക. അതും നമുക്ക് അതിനോടുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പം അതും എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് പോരാ, ഇവിടെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം, നമ്മുടെ ജോലിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് വർക്ക് വിസ കിട്ടുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ജർമ്മനി വന്നിട്ട് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്, രക്ഷപ്പെടാത്തതും ഒരുപാട് പേരുണ്ട്. അപ്പോൾ വെറുതെ നമുക്ക് ഇത്ര മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ കയറി പോകുന്നൊരു കാര്യമില്ല. നമുക്ക് തന്നെ അറിയണം നമ്മൾ സ്കിൽഡാണ്, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക, പൈസ മുടക്കി വരിക, നമ്മുടെ സമയം, പൈസ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അങ്ങനെ പിന്നെ ജർമ്മൻ ലാംഗ്വേജും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജോലി കിട്ടാനായിട്ട്. പഠിക്കാൻ വരാൻ വേണ്ടി ജർമ്മൻ ലാംഗ്വേജ് വേണ്ട, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഞാൻ നിങ്ങൾ ഉറപ്പിക്കുക. എനിക്ക് എത്രമാത്രം മെസ്സേജ് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ് ഇത്.